അപ്പോൾ ആ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒരാൾ ഇട്ടൊരു കമന്റ് ഉണ്ട്. അതിൽ മെൻഷൻ ചെയ്തൊരു സിനിമ ഉണ്ട്, മുങ്കാരുമേലെ. കർണാടകയിലെ മൾട്ടിപ്ലക്സ് തിയേറ്ററിൽ 365 ദിവസം റണ്ണ് കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണ് മുങ്കാരുമേലെ 2006. റെക്കോർഡ് മറ്റൊരു ഭാഷയിലും ഒരു സിനിമയ്ക്കും ഇല്ല. സിനിമകൾക്ക് വളരെ ലെസ് ആയിട്ടുള്ള റിസപ്ഷൻ കിട്ടുന്ന ഒരു സ്റ്റേറ്റ് ആണ് കർണാടക, കന്നഡ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. പക്ഷെ അവിടെ സംഭവിച്ചിട്ടുള്ള ഒരു വണ്ടർ തന്നെയാണ് മുങ്കാരുമേലെ. 365 ദിവസം സിനിമ ഓടിയെന്ന് മാത്രമല്ല, അതുവരെ ഉണ്ടായിരുന്ന എല്ലാ റെക്കോർഡും ബ്രേക്ക് ചെയ്ത് ഒരുപക്ഷെ പിന്നീട് ഏകദേശം ഒരു 10 വർഷം എടുത്തു മുങ്കാരുമേലയുടെ റെക്കോർഡ് പിന്നീട് മറ്റൊരു സിനിമയ്ക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട്. ഇത്രയും വലിയൊരു ഹിറ്റായിട്ട് മാറിയൊരു സിനിമയായിരുന്നു. ഗോൾഡൻ സ്റ്റാർ എന്ന് പറയുന്ന ടൈറ്റിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ആ സിനിമയിലൂടെയാണ്. ഗണേഷ് ആ സിനിമയുടെ ഒരു ബിഗ് സ്റ്റാർ ആയിട്ട് തന്നെ മാറുന്നുണ്ടായത്. എൻ്റെ കന്നഡ ഫിലിം ഇൻഡസ്ട്രിയുടെ ഒരു ഹിസ്റ്ററി തന്നെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ എന്തായാലും ഒരു സുവർണ്ണ ലിപികളിൽ എഴുതി വെക്കേണ്ട ഒരു സിനിമ തന്നെയാണ് മുങ്കാരുമേല. നിങ്ങൾ പറ്റുന്നവരെന്തായാലും കണ്ടിരിക്കുക. ഒരു ലവ് സ്റ്റോറിയാണ്. പക്ഷെ ഇപ്പൊ പ്രഡിക്റ്റബിൾ ആവാന്നുള്ളൊരു സ്റ്റോറി അല്ല, പണ്ടും പ്രഡിക്റ്റബിൾ ആയിരുന്ന സ്റ്റോറി. പക്ഷെ അത് രസമാണ്, നല്ല രസം. പക്ഷെ അത് എന്തുകൊണ്ട് ഇത്ര വിജയമായി നമ്മൾ ചിന്തിക്കുകയും ചെയ്യും ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ. അതിപ്പോ ദിൽവാലെ ദുൽഹനിയ ജായേംഗെ ഹിന്ദിയില്, ചിത്രം മലയാളത്തിൽ, അങ്ങനെ ഒരു എന്താണ് ലവ് സ്റ്റോറീസ് എപ്പോഴും അങ്ങനെയാണല്ലോ. അതിൽ ക്ലീഷയാവും ക്രിഞ്ചാവും, പക്ഷെ അത് കണക്ട് ആകുന്നവർക്ക് അത് എക്കാലത്തും ഫേവറേറ്റ് ആയിരിക്കുന്ന ഒരു ജോണറാണ് ലവ് സ്റ്റോറീസ് എന്ന് പറയുന്നത്.